എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് അടുത്ത ക്ലാസ്സിലേക്ക് സോളിഡ് സ്റ്റേറ്റിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ അതായത് ഇനി നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് സോളിഡ്സിലെ പാർട്ടിക്കിൾ അറേഞ്ച്മെന്റിനെ പറ്റിയാണ്. സോളിഡ്സിലെ പാർട്ടിക്കിൾ അറേഞ്ച്മെന്റ് നമ്മൾ വിളിക്കുന്ന പേര് ക്ലോസ് പാക്കിംഗ് എന്നാണ്. ക്ലോസ് പാക്കിംഗ് എന്ന് പറയണം. അപ്പോൾ ഈ ക്ലോസ് പാക്കിംഗ് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ പാർട്ടിക്കിൾസിനെ, ഇപ്പോൾ പാർട്ടിക്കിൾ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് അത് ആറ്റംസ് ആവാം, അയോൺസ് ആവാം, മോളിക്യൂൾസ് ആവാം എന്ന് നിങ്ങൾക്കറിയാം. ആ പാർട്ടിക്കിളിനെ സ്പിയറുകളായി നമ്മൾ സങ്കല്പിക്കുന്നു, ഒരേ സൈസുള്ള സ്പിയറുകളായി സങ്കല്പിക്കുന്നു. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ചെറിയൊരു മോഡൽ ഇവിടെ വരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ മോഡൽ നോക്കുന്ന സമയത്ത് പാർട്ടിക്കിൾസ് വൺ ഡയറക്ഷനിൽ മാത്രം, അതായത് ഒരു ഡയറക്ഷനിൽ മാത്രം പാർട്ടിക്കിൾ അറേഞ്ച് ചെയ്യുന്നതിലൂടെ ഈ ക്രിസ്റ്റലിന്റെ എഡ്ജ് ഫോം ചെയ്യുന്നു. പാർട്ടിക്കിൾസ് ഇങ്ങനെയും അറേഞ്ച് ചെയ്താൽ, അതായത് രണ്ട് ഡയറക്ഷനിൽ അറേഞ്ച് ചെയ്താൽ ഈ ക്രിസ്റ്റലിന്റെ തന്നെ ഫേസ് ഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ പ്ലെയിൻ ഫോം ചെയ്യുന്നു. ഇനി ഇതൊരു ലെയർ ആണ്, ഇതിന്റെ മുകളിലേക്ക് അടുത്ത ലെയർ വെച്ചു, ഇതിന്റെ മുകളിലേക്ക് അടുത്ത ലെയർ വെച്ചു, അങ്ങനെ ലെയറുകളായിട്ട് മൂന്ന് ഡയറക്ഷനിൽ പാർട്ടിക്കിൾ അറേഞ്ച് ചെയ്താൽ ക്രിസ്റ്റൽ ലാറ്റിസ് തന്നെ ഫോം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒരു ക്രിസ്റ്റൽ ലാറ്റിസ് ഫോം ചെയ്യുന്ന മൂന്ന് സ്റ്റെപ്പുകളുണ്ട്. അതിന്റെ വൺ ഡയമെൻഷണൽ പാക്കിങ്ങിലൂടെ എഡ്ജ് ഫോം ചെയ്യിക്കുക, ടു ഡയമെൻഷണൽ പാക്കിങ്ങിലൂടെ ക്രിസ്റ്റലിന്റെ ഫേസ് ഫോം ചെയ്യിക്കുക, ത്രീ ഡയമെൻഷണൽ പാക്കിങ്ങിലൂടെ ക്രിസ്റ്റൽ ലാറ്റിസ് തന്നെ ഫോം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ആ കാര്യം ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് മനസ്സിലാക്കാം. വൺ ഡയമെൻഷണൽ പാക്കിങ്ങിലൂടെ ക്രിസ്റ്റലിന്റെ എഡ്ജ് ആണ് ഫോം ചെയ്യുന്നത്. അതേസമയം ടു ഡയമെൻഷണൽ പാക്കിങ്ങിലൂടെ ക്രിസ്റ്റലിന്റെ ഫേസ് ഫോം ചെയ്യുന്നുണ്ട്. ത്രീ ഡയമെൻഷണൽ പാക്കിങ്ങിലൂടെ ക്രിസ്റ്റൽ ലാറ്റിസ് തന്നെ ഫോം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാം. ലാറ്റിസ് തന്നെ ഫോം ചെയ്യുന്നു. അപ്പൊ ഇനി വൺ ഡയമെൻഷണൽ പാക്കിംഗ് വരച്ച് കാണിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ പാർട്ടിക്കിൾസ് ഇങ്ങനെ വരച്ച് കാണിക്കുക. ഒന്ന് ചേർന്ന് ഒന്നായിട്ട് ഈ സ്പിയറുകൾ ഇങ്ങനെ അടുക്കുന്ന രീതിയിൽ ഒരു റോയിൽ പാർട്ടിക്കിൾസ് ഇങ്ങനെ കാണിച്ചാൽ അത് വൺ ഡയമെൻഷണൽ പാക്കിംഗ് തുല്യമാവുന്നുണ്ട്. അപ്പൊ ഇനി പറഞ്ഞിരിക്കുന്ന വൺ ഡയമെൻഷണൽ പാക്കിങ്ങിന്റെ കോർഡിനേഷൻ നമ്പർ എത്രയാണ് എന്ന് ചോദിച്ചാൽ, കോർഡിനേഷൻ നമ്പർ എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു സ്പിയറുമായിട്ട് ടച്ച് ചെയ്തിരിക്കുന്ന സ്പിയറുകളുടെ എണ്ണമാണ് കോർഡിനേഷൻ നമ്പർ. ഇവിടെ നോക്കിയാൽ അറിയാം, ഇവിടെ ഈ പാർട്ടിക്കിൾസിന്റെ ഇവിടെ ഒരു പാർട്ടിക്കിളുമായും ഇവിടെ ഒരു പാർട്ടിക്കിളുമായും ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കോർഡിനേഷൻ നമ്പർ ഇവിടെ 2 ആണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ വൺ ഡയമെൻഷണൽ പാക്കിങ്ങിലൂടെ ക്രിസ്റ്റലിന്റെ എഡ്ജ് ഫോം ചെയ്യുന്നുണ്ട്. വൺ ഡയമെൻഷണൽ പാക്കിംഗ് റെപ്രസെന്റ് ചെയ്യാൻ അറിയാം. വൺ ഡയമെൻഷണൽ പാക്കിങ്ങിന്റെ കോർഡിനേഷൻ നമ്പർ 2 ആണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇനി അടുത്ത് ടു ഡയമെൻഷണൽ പാക്കിംഗ് നോക്കുന്ന സമയത്ത്, അതായത് ടു ഡയമെൻഷണൽ പാക്കിംഗ് ഇങ്ങനെ അറേഞ്ച് ചെയ്യണം, പിന്നെ പാർട്ടിക്കിൾസ് ഇങ്ങോട്ടും അറേഞ്ച് ചെയ്യണം. നമ്മളത് ബോർഡിൽ വരച്ച് കാണിക്കുന്ന സമയത്ത് നമുക്ക് താഴോട്ട് വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വരച്ച് കാണിക്കാം. അതിൽ ഒരു മാർഗം, ടു ഡയമെൻഷണൽ പാക്കിംഗ് കാണിക്കാനുള്ള ഒരു മാർഗം, ഫസ്റ്റ് റോ പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തു. ഇനി അതിന്റെ ബാക്കിലോട്ട് രണ്ടാമത്തെ റോയിലെ പാർട്ടിക്കിൾ അറേഞ്ച് ചെയ്യുന്നു. സെക്കൻഡ് റോ. ഇനി അതിന്റെ ബാക്കിലോട്ട് തേർഡ് റോയിലെ പാർട്ടിക്കിൾ അറേഞ്ച് ചെയ്യുന്നു. ഇങ്ങനെ ഒരു ടു ഡയമെൻഷണൽ പാക്കിംഗ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇനി മറ്റൊരു തരം ടു ഡയമെൻഷണൽ പാക്കിംഗ് നമുക്ക് കാണിക്കാം. ഫസ്റ്റ് റോ ഇതുപോലെ കാണിക്കാം. സെക്കൻഡ് റോ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് റോയിലെ പാർട്ടിക്കിൾസ് ഉണ്ടാക്കുന്ന ഡിപ്രഷൻസിലേക്ക് സെക്കൻഡ് റോയിലെ പാർട്ടിക്കിളിനെ അറേഞ്ച് ചെയ്യണം. ഇങ്ങനെ. ഇനി തേർഡ് റോയിലെ പാർട്ടിക്കിൾ കാണിക്കുന്ന സമയത്ത് സെക്കൻഡ് റോയിലെ പാർട്ടിക്കിൾ ഉണ്ടാക്കുന്ന ഡിപ്രഷൻസിൽ തേർഡ് റോയിലെ പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്യുക. ഇങ്ങനെ. അതായത് നമുക്ക് മനസ്സിലാക്കിയ കാര്യം, ടു ഡയമെൻഷണൽ പാക്കിംഗ് നമുക്ക് പഠിക്കാൻ രണ്ട് തരത്തിൽ തന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ടു ഡയമെൻഷണൽ പാക്കിന്റെ പ്രത്യേകത, അവിടെ ഫസ്റ്റ് റോയിലെ പാർട്ടിക്കിൾസും സെക്കൻഡ് റോയിലെ പാർട്ടിക്കിൾസും ഒക്കെ തന്നെ ഒരേ ലൈനിലാണ്, അല്ലെങ്കിൽ അലൈൻമെന്റ് ഉണ്ടെന്ന് പറയണം. അതേസമയം ഈ പറഞ്ഞിരിക്കുന്ന ടു ഡയമെൻഷണൽ പാക്കിന്റെ പ്രത്യേകത, ഇവിടെ ഫസ്റ്റ് റോയിലെ പാർട്ടിക്കിൾസ് ഉണ്ടാക്കുന്ന ഡിപ്രഷൻസിൽ അല്ലെങ്കിൽ വേക്കന്റ് സ്പേസിൽ സെക്കൻഡ് റോയിലെ പാർട്ടിക്കിൾ അറേഞ്ച് ചെയ്യുന്നു. അങ്ങനെ സെക്കൻഡ് റോ ഉണ്ടാക്കുന്ന പാർട്ടിക്കിൾസിന്റെ ഡിപ്രഷൻസിൽ തേർഡ് റോ അറേഞ്ച് ചെയ്ത രീതിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന് ഈ ടു ഡയമെൻഷണൽ പാക്കിങ്ങിന്റെ കോർഡിനേഷൻ നമ്പർ എത്രയാണ് എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം കോർഡിനേഷൻ നമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് നൈബറിംഗ് സ്പിയേഴ്സ് അല്ലെങ്കിൽ ടച്ചിങ് സ്പിയേഴ്സ് ആണ്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ പാർട്ടിക്കിളുമായിട്ട് ഇവിടെ ഒരാൾ ടച്ച് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരാൾ ടച്ച് ചെയ്തിട്ടുണ്ട്, ഇവിടെയുണ്ട്,
അതുപോലെ തന്നെ ഇവിടെയുണ്ട്. 4 സ്ഫിയറുകൾ അവിടെ ടച്ച് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ 2 ഡയമെൻഷൻ പാക്കിങ്ങിന്റെ കോർഡിനേഷൻ നമ്പർ 4 ആണെന്ന് മനസ്സിലാക്കാം. അതേസമയം ഈ 2 ഡയമെൻഷൻ പാക്കിന്റെ കോർഡിനേഷൻ നമ്പർ നോക്കുന്ന സമയത്ത് ഒരു പാർട്ടിക്കിൾ സങ്കല്പിച്ചാൽ ഇവിടെ 1, 2, 3, 4, 5, 6 പാർട്ടിക്കിൾസ് ഉണ്ട്. സോ രണ്ടാമത് എഴുതിയ അറേഞ്ച്മെന്റിന്റെ കോർഡിനേഷൻ നമ്പർ എന്ന് വെച്ചാൽ 6 ആണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പൊ 2 ഡയമെൻഷൻ പാക്കിങ്ങിലൂടെ ക്രിസ്റ്റലിന്റെ ഫേസ് ഫോം ചെയ്യുന്നത് മനസ്സിലായിട്ടുണ്ട്. 2 ഡയമെൻഷൻ പാക്കിങ്ങിലെ കോർഡിനേഷൻ നമ്പർ 4 വരുന്ന അറേഞ്ച്മെന്റ് ഉണ്ട്. അതുപോലെ തന്നെ കോർഡിനേഷൻ നമ്പർ 6 വരുന്ന അറേഞ്ച്മെന്റ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഈ രണ്ട് നോക്കുന്ന സമയത്ത് അതിൽ എഫക്റ്റീവ് ആയിട്ട് പാക്ക് ചെയ്തിരിക്കുന്നത് കോർഡിനേഷൻ നമ്പർ 6 വരുന്ന ഈ അറേഞ്ച്മെന്റ് ആണ് നിങ്ങൾ കണ്ടാൽ തിരിച്ചറിയാം. ഇനി ഈ കോർഡിനേറ്റിംഗ് സ്പിയേഴ്സിനെ ഞാനൊന്ന് കണക്ട് ചെയ്യുന്നു. കണക്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന ഷേപ്പ് ഒരു സ്ക്വയർ ഷേപ്പ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 2 ഡയമെൻഷൻ പാക്കിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേര് സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്ന പേരിൽ അറിയപ്പെടണം. അതേസമയം ഇവിടെ കോർഡിനേറ്റിംഗ് സ്പിയേഴ്സിനെ കണക്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടുന്നത് ഒരു ഹെക്സഗണൽ ഷേപ്പ് ആണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ 2 ഡയമെൻഷൻ പാക്കിങ്ങിനെ 2 ഡയമെൻഷണൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് എന്ന് അറിയപ്പെടണം. അപ്പോൾ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഓർമ്മിക്കാം. 2 ഡയമെൻഷൻ പാക്കിങ്ങിലൂടെ ക്രിസ്റ്റലിന്റെ ഫേസ് ഫോം ചെയ്യുന്നുണ്ട്. 2 ഡയമെൻഷൻ പാക്കിംഗ് രണ്ട് തരത്തിലുണ്ട്: സ്ക്വയർ ക്ലോസ് പാക്കിങ്ങും ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങും. സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിന്റെ പ്രത്യേകത അവിടെ രണ്ടാമത്തെ റോയിലെ പാർട്ടിക്കിൾസ് ഫസ്റ്റ് റോയിലെ പാർട്ടിക്കിൾസിന്റെ അതേ ലൈനിലാണ് അല്ലെങ്കിൽ അലൈൻമെന്റ് ആണെന്ന് പറയാം. ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിന്റെ പ്രത്യേകത അവിടെ സെക്കൻഡ് റോയിലെ പാർട്ടിക്കിൾസ് ആർ ഇൻ ദ ഡിപ്രഷൻസ് ഓഫ് ദി പാർട്ടിക്കിൾസ് ഇൻ ദ ഫസ്റ്റ് റോ ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അത് രണ്ടെണ്ണം നോക്കുന്ന സമയത്ത് അതിന്റെ എഫിഷ്യൻസി കൂടിയത് അല്ലെങ്കിൽ എഫക്ട് പാക്കിങ്ങിന്റെ എഫിഷ്യൻസി കൂടിയത് 2 ഡയമെൻഷണൽ HCP ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ക്ലോസ് പാക്കിംഗ് 1 ഡയമെൻഷനിലൂടെ എഡ്ജ് ഫോം ചെയ്യുന്നുണ്ട്, 2 ഡയമെൻഷനിലെ ഫേസ് ഫോം ചെയ്തു. ഇനി നമുക്ക് 3 ഡയമെൻഷനിലെ കാര്യം നോക്കാം. ഇപ്പോൾ ഒരു ലെയർ ഇപ്പോൾ ഫോം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പ്ലെയിൻ ഫോം ചെയ്തിട്ടുണ്ട്. ആ ലെയർ നമുക്ക് തൽക്കാലത്തേക്ക് ഞാൻ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു ഇതുപോലെ. ഇനി ആ ലെയറിന്റെ പുറത്ത്, ആ ലെയർ എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ 2 ഡയമെൻഷണൽ HCPയുടെ ഒരു ലെയർ ആണ്. കാരണം ഈ രണ്ടെണ്ണത്തിൽ വെച്ച് എഫക്റ്റീവ് പാക്കിംഗ് എന്നുള്ളത് 2 ഡയമെൻഷണൽ HCP ആണ്. സോ അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള പഠിക്കുന്ന സമയത്ത് 2 ഡയമെൻഷണൽ HCPയുടെ ലെയറുകളെ പറ്റിയാണ് സംസാരിക്കുന്നത്. സോ ഈ ലെയറിനെ ഞാൻ ഇങ്ങോട്ട് വരച്ച് കാണിച്ചു. ഇനി ഇതിന്റെ പുറത്തോട്ട് അടുത്ത ലെയർ വയ്ക്കുന്നു. ഇതുപോലെ അതിന്റെ പുറത്ത് അടുത്ത ലെയർ വയ്ക്കുന്നു. ഓക്കെ, അപ്പൊ അത് ഒരു തരത്തിൽപ്പെട്ട, അതായത് ഇതൊരു ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ആണ്, ഇതുപോലത്തെയാണ്. ഇതും അതുപോലെ. അപ്പൊ ഒരു തരത്തിലുള്ള 3 ഡയമെൻഷൻ പാക്കിംഗ് ആണ് ഞാൻ ഈ വരച്ച് കാണിച്ചിരിക്കുന്നത്. അതിൽ മറ്റൊരു തരം, അതായത് ഇതിനൊരു പേരിടാൻ പറഞ്ഞാൽ ആദ്യത്തെ ലെയറിന് ഞാൻ തൽക്കാലത്തേക്ക് A എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. രണ്ടാമത്തെ ലെയർ വ്യത്യസ്തമായ ഒരു അറേഞ്ച്മെന്റ് ആണ്, B ആണ്. മൂന്നാമത്തെ ലെയർ കണ്ടാൽ അത് A പോലെ തന്നെയാണ്. സോ വീണ്ടും A എന്ന് കൊടുക്കുന്നു. നാലാമത്തെ ലെയർ B പോലെ ഇരിക്കുന്നുണ്ട്, ഇങ്ങനെ. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒന്നാമത്തെ ലെയർ 1, 2, 3, 4, അതായത് ഒന്നാമത്തെ ലെയറിലും മൂന്നാമത്തെ ലെയറിലെയും പാർട്ടിക്കിൾസ് തമ്മിൽ അലൈൻമെന്റ് വരുന്ന ആ 3 ഡയമെൻഷൻ പാക്കിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേര് AB പാക്കിംഗ് എന്ന് പറയണം. സോ 3 ഡയമെൻഷൻ പാക്കിങ്ങിന്റെ ഒരു ഐറ്റം നമ്മൾ പറഞ്ഞു, ഒരു കാറ്റഗറി പറഞ്ഞു. അത് AB പാക്കിംഗ് ആണ്. അത് കണ്ടാൽ തന്നെ അറിയാം അവിടെ ഒന്നാമത്തെ ലെയറിലെ പാർട്ടിക്കിൾസും മൂന്നാമത്തെ ലെയറിലെ പാർട്ടിക്കിളും തമ്മിൽ അലൈൻമെന്റ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇനി മറ്റൊരു തരം 3 ഡയമെൻഷൻ പാക്കിംഗ് വരച്ച് കാണിക്കാൻ പറഞ്ഞാൽ ഫസ്റ്റ് ലെയർ കാണിച്ചു, സെക്കൻഡ് ലെയർ അതിൽ നിന്ന് വ്യത്യസ്തമാണ്, തേർഡ് ലെയർ അതിൽ നിന്ന് വ്യത്യസ്തമാണ്, ഫോർത്ത് ലെയർ ഫസ്റ്റ് ലെയർ പോലെ, ഫിഫ്ത്ത് ലെയർ സെക്കൻഡ് ലെയർ പോലെ, സിക്സ്ത് ലെയർ തേർഡ് ലെയർ പോലെ കാണുന്ന അറേഞ്ച്മെന്റ് ആണ് മറ്റൊന്ന്. പേര് കൊടുക്കാൻ ആവശ്യപ്പെട്ടാൽ ഇത് A ആണ്, ഇത് വ്യത്യസ്തമാണ് B ആണ്, C, വീണ്ടും A, B, C, 1, 2, 3, 4. ഇപ്പൊ ഇവിടെ നോക്കുമ്പോൾ അറിയാം ഫസ്റ്റ് ലെയറും ഫോർത്ത് ലെയറും അലൈൻമെന്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള പാക്കിങ്ങിനെ വിളിക്കേണ്ട പേര് കണ്ടാൽ തന്നെ അറിയാം, അതിനെയാണ് ABC പാക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഓർമ്മിക്കാം. സോളിഡ് സ്റ്റേറ്റിലെ പാർട്ടിക്കിൾസ് അറേഞ്ച്മെന്റിനാണ് നമ്മൾ സംസാരിക്കുന്നത്. ആ അറേഞ്ച്മെന്റ് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി നമ്മൾ പാർട്ടിക്കിൾസിന്റെ സ്പിയറുകളായി കണക്കാക്കിയിട്ടുണ്ട്. പാർട്ടിക്കിൾസ് ഒരു ഡയറക്ഷനിൽ മാത്രം അറേഞ്ച് ചെയ്താൽ അത് 1 ഡയമെൻഷൻ പാക്കിംഗ് തുല്യമാണ്. 1 ഡയമെൻഷൻ പാക്കിങ്ങിലൂടെ ക്രിസ്റ്റലിന്റെ എഡ്ജ് ഫോം ചെയ്യുന്നുണ്ട്. പാർട്ടിക്കിൾസ് 2 ഡയറക്ഷനിൽ അറേഞ്ച് ചെയ്താൽ അത് 2 ഡയമെൻഷൻ പാക്കിംഗ് തുല്യമാണ്. 2 ഡയമെൻഷൻ പാക്കിങ്ങിലൂടെ നമുക്ക് ഫേസ് ഫോം ചെയ്യുന്നുണ്ട്. അത് രണ്ട് തരത്തിലുണ്ട്. SCP സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ഉണ്ട്, അതുപോലെ തന്നെ 2 ഡയമെൻഷണൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ഉണ്ട്.
സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിന്റെ കോർഡിനേഷൻ നമ്പർ 4 ആണ്. അതേസമയം ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിന്റെ കോർഡിനേഷൻ നമ്പർ 6 ആണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ പിന്നെ എല്ലാ പാർട്ടിക്കിൾസും ഒരേ ലൈനിലാണ് അല്ലെങ്കിൽ അലൈൻമെന്റ് ഉണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. സെക്കൻഡ് റോയിലെ പാർട്ടിക്കിൾസ് ഫസ്റ്റ് റോയിലെ പാർട്ടിക്കിളിന്റെ ഡിപ്രഷൻസിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത് നമ്മൾ 3 ഡയമെൻഷൻ പാക്കിങ്ങിലൂടെ വരുന്ന സമയത്ത് ക്രിസ്റ്റൽ ലാറ്റിസ് തന്നെ ഫോം ചെയ്യുന്നുണ്ട്. അത് രണ്ട് തരത്തിലുണ്ട്. എ ബി പാക്കിംഗ് ഉണ്ട്, അതുപോലെ തന്നെ എ ബി സി പാക്കിംഗ് ഉണ്ട്. കണ്ടാൽ തന്നെ മനസ്സിലാവും. ഒന്നാമത്തെ ലെയറും മൂന്നാമത്തെ ലെയറും ഫസ്റ്റ് ലെയർ ആയിട്ട് തേർഡ് ലെയർ അലൈൻമെന്റ് വരുന്നത് എ ബി പാക്കിംഗ് ആണ്. അതേസമയം ഫസ്റ്റ് ലെയർ ഫോർത്ത് ലെയർ അലൈൻമെന്റ് വന്നാൽ അത് എ ബി സി പാക്കിംഗ് ആണെന്ന് മനസ്സിലാക്കുക. ഇനി ഈ എ ബി പാക്കിങ്ങിന്റെ പ്രത്യേകത, അതിന് മറ്റൊരു പേരുണ്ട്. അതിനെയാണ് നമ്മൾ 3 ഡയമെൻഷണൽ HCP എന്നോ അല്ലെങ്കിൽ HCP എന്നോ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് പറയേണ്ടത്. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് 2 ഡയമെൻഷണൽ HCP ആണ്, 2 ഡയമെൻഷണൽ ഹെക്സഗണൽ ക്രോസ് പാക്കിംഗ് ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 3 ഡയമെൻഷണൽ ഹെക്സഗണൽ ക്രോസ് പാക്കിംഗ് ആണ്. പരീക്ഷയ്ക്ക് വെറും HCP എന്ന് ചോദിച്ചാൽ ഈ 3 ഡയമെൻഷണൽ HCP ആണെന്ന് ഓർമ്മ വരണം. അതേസമയം എ ബി സി പാക്കിങ്ങിനെ വിളിക്കേണ്ട മറ്റൊരു പേര് ക്യൂബിക് ക്ലോസ് പാക്കിംഗ് എന്ന് പറയണം, അല്ലെങ്കിൽ CCP എന്ന് പറയണം. ക്യൂബിക് ക്ലോസ് പാക്കിംഗ് എന്ന് പറയണം. അപ്പൊ അടുത്ത കാര്യം, അപ്പോൾ മറ്റു രണ്ട് പേരുകൾ കൂടെ മനസ്സിലായിട്ടുണ്ട്. 3 ഡയമെൻഷൻ പാക്കിംഗ് രണ്ട് തരത്തിലുണ്ട്. 3 ഡയമെൻഷണൽ HCP എന്നും 3 ഡയമെൻഷണൽ CCP എന്ന് പറയണം. CCPയുടെ ഫുൾ ഫോം മനസ്സിലായിട്ടുണ്ട്. അത് ക്യൂബിക് ക്ലോസ് പാക്കിംഗ് എന്ന് പറയാം. അത് തന്നെയാണ് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയത് FCCയും ഫേസ് സെന്റേർഡ് ക്യൂബിക് എന്ന് പറയുന്നത് ഇതേ അറേഞ്ച്മെന്റ് ആണെന്ന് ഓർമ്മ വേണം. അപ്പൊ ഇനി അടുത്ത് ഈ 3 ഡയമെൻഷണൽ പാക്കിങ്ങിന്റെ കോർഡിനേഷൻ നമ്പർ നോക്കുന്ന സമയത്ത് 1 ഡയമെൻഷണൽ പാക്കിങ്ങിന്റെ കോർഡിനേഷൻ നമ്പർ 2 ആണെന്ന് മനസ്സിലായി. 2 ഡയമെൻഷണൽ പാക്കിങ്ങിന്റെ കോർഡിനേഷൻ നമ്പർ സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ആണെങ്കിൽ 4, ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ആണെങ്കിൽ അത് 6 ആണ്. ഇനി 3 ഡയമെൻഷണൽ പാക്കിങ്ങിന്റെ കോർഡിനേഷൻ നമ്പർ എത്രയാണെന്ന് ചോദിച്ചാൽ അപ്പൊ അതിനുവേണ്ടി ഇതുപോലത്തെ 3 ലെയറുകൾ നമുക്ക് സങ്കല്പിക്കാം. ഇതുപോലത്തെ 3 ലെയറുകൾ. ഇത് ഒന്നാമത്തെ ലെയർ, ഇവിടെ ഒരു ലെയർ, ഇത് രണ്ടാമത്തെ ഒരെണ്ണം, ഇത് മൂന്നാമത്തെ ഒരെണ്ണം. അപ്പൊ തൽക്കാലത്തേക്ക് ഇതേപോലുള്ള 3 ലെയറുകൾ സങ്കല്പിക്കുന്നു. അപ്പൊ അതില് 1 2 3 ആ രണ്ടാമത്തെ ലെയർ മാത്രം ഞാൻ ഇങ്ങോട്ട് വെക്കാം. നോക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ ഒരു പാർട്ടിക്കിൾ സങ്കല്പിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായി ഈ പാർട്ടിക്കിൾ ചുറ്റുമായിട്ട് 6 പാർട്ടിക്കിൾ കാണുന്നുണ്ട്. സോ ഇവിടെ തന്നെ കോർഡിനേഷൻ നമ്പർ 6 ആയിട്ടുണ്ട്. ഇനി ഈ പാർട്ടിക്കിൾ, ഞാൻ ഈ സങ്കല്പിച്ച പാർട്ടിക്കിൾ താഴത്തെ ലെയറിലെ 3 സ്ഫിയറുകളുടെ നടുക്കാണ് ഇരിക്കുന്നത്. സോ ചുറ്റും 6 ഉണ്ട്. ഇനി താഴത്തെ ലെയറിലെ 3 പാർട്ടിക്കിൾസുമായിട്ട് അതിന് കണക്ഷൻ ഉണ്ട്. സോ 6 3 9 ആയി. തീർന്നില്ല, ഇതിന് മുകളിലായിരിക്കുന്ന ലെയറിന്റെ 3 പാർട്ടിക്കിൾസുമായിട്ടും ഇതിന് ബന്ധമുണ്ട്. അപ്പോൾ ഈ ലെയറിന്റെ കോർഡിനേഷൻ നമ്പർ നോക്കുന്ന സമയത്ത് ഇതിന് ചുറ്റും തന്നെ 6 എണ്ണം ഉണ്ട്. ഇതിന് മുകളിലത്തെ ലെയറിലെ 3 പാർട്ടിക്കിളുമായിട്ട് ബന്ധമുണ്ട്. സോ 6 3 9 ആയി. ഇനി അതുപോലെ തന്നെ താഴത്തെ ലെയറിലെ 3 പാർട്ടിക്കിളുമായിട്ട് ബന്ധമുണ്ട്. അപ്പൊ 9 3 12 ആയിട്ടുണ്ട്. സോ 3 ഡയമെൻഷൻ പാക്കിങ്ങിന്റെ പ്രത്യേകത, അവിടെ കോർഡിനേഷൻ നമ്പർ നോക്കുന്ന സമയത്ത് അത് എ ബി പാക്കിംഗ് ആയാലും എ ബി സി പാക്കിംഗ് ആയാലും ശരി, അവിടുത്തെ കോർഡിനേഷൻ നമ്പർ എന്നുള്ളത് 12 ആണെന്ന് ഓർമ്മ വേണം. ഓക്കെ. അപ്പൊ ഈ എക്സാമ്പിൾസ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അതിൽ 3 ഡയമെൻഷൻ HCP വരുന്ന എക്സാമ്പിൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് സിങ്കും മഗ്നീഷ്യവുമാണ്. അതേസമയം എ ബി സി ക്യൂബിക് ക്ലോസ് പാക്കിംഗ് വരുന്ന സമയത്ത് അവിടെ കോപ്പറും സിൽവറുമാണ് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സോ പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂ അതൊക്കെ പ്രധാനപ്പെട്ടതാണ്. കാരണം സിൽവറിന്റെ ക്ലോസ് പാക്കിങ്ങിനെ പറ്റി എഴുതുക എന്ന് ചോദിച്ചാൽ വരയ്ക്കേണ്ടത് അല്ലെങ്കിൽ പറയേണ്ടത് ക്യൂബിക് ക്ലോസ് പാക്കിങ്ങിനെ പറ്റിയാണ്, അല്ലെങ്കിൽ എ ബി സി പാക്കിങ്ങിനെ പറ്റിയാണെന്ന് ഓർമ്മ വേണം. അതേസമയം മഗ്നീഷ്യത്തിന്റെയോ സിങ്കിന്റെ കാര്യം ചോദിച്ചാൽ അത് 3 ഡയമെൻഷണൽ HCP പറ്റിയാണ് പറയേണ്ടതെന്ന് ഓർമ്മ വേണം. സോ നമ്മൾ പഠിച്ച ഒന്നാമത്തെ ഐറ്റം അതാണ്, ക്ലോസ് പാക്കിങ്ങിനെ പറ്റിയാണ്. ക്ലോസ് പാക്കിംഗ് നമുക്ക് 3 സ്റ്റെപ്പായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞു. 1 ഡയമെൻഷൻ പാക്കിംഗ്, 2 ഡയമെൻഷൻ പാക്കിംഗ്, 3 ഡയമെൻഷൻ പാക്കിംഗ്. ഓക്കെ. 3 ഡയമെൻഷൻ പാക്കിങ്ങിലൂടെ ക്രിസ്റ്റൽ ലാറ്റിസ് തന്നെ ഫോം ചെയ്യുന്നുണ്ട്. അത് രണ്ട് തരത്തിലുണ്ട്. 3 ഡയമെൻഷൻ HCPയും 3 ഡയമെൻഷൻ CCPയും ഉണ്ട്. CCPയുടെ ഫുൾ ഫോം മനസ്സിലായി, ക്യൂബിക് ക്ലോസ് പാക്കിംഗ് ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. സോ പാക്കിങ്ങിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞു.
അപ്പോൾ ഇനി പാക്ക് ചെയ്തതിന് ശേഷം വരുന്ന ബാക്കിയുള്ള സ്ഥലങ്ങളെ, അപ്പോൾ നമ്മൾ സിമ്പിൾ ക്യൂബിക് എന്ന അറേഞ്ച്മെന്റിന്റെ പാക്കിംഗ് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അത് 52% ഉള്ളൂ. അതായത് ബാക്കി 48% അതിനകത്ത് വേക്കൻറ്റ് സ്പേസ് ആണ്. അതുപോലെ തന്നെ BCC നോക്കുന്ന സമയത്ത് അതിനകത്തുള്ള പാക്കിംഗ് എഫിഷ്യൻസി 68% മാത്രമേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം ബാക്കിയുള്ള 32% എന്നുള്ളത് വേക്കൻറ്റ് സ്പേസ് ആണ്. ഇനി അതുപോലെ തന്നെ FCC നോക്കുന്ന സമയത്ത് അതിന്റെ പാക്കിംഗ് എഫിഷ്യൻസി എന്നുള്ളത് 74% ആണ്. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് പറയുന്ന FCCയിൽ പോലും 26% വേക്കൻറ്റ് സ്പേസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ആ 26% വേക്കൻറ്റ് സ്പേസിനെ നമ്മൾ വിളിക്കുന്ന പേര് വോയിഡ് ആണെന്ന് പറയണം. ഓക്കെ, അപ്പൊ പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂല് FCCയിൽ ഇങ്ങനെ ഒരു ചോദ്യം വരാം. FCCയുടെ പാക്കിംഗ് എഫിഷ്യൻസി എത്രയാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് 74% എന്നാണ്. അതേസമയം FCCയുടെ വോയിഡ്സിന്റെ എമൗണ്ട് അല്ലെങ്കിൽ വേക്കൻറ്റ് സ്പേസ് എത്രയെന്ന് ചോദിച്ചാൽ അവിടെ 26% ആണെന്ന് ഓർമ്മ വരണം. അപ്പൊ അടുത്ത് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് വോയിഡ്സിനെ പറ്റിയാണ്. വോയിഡ്സിനെ പറ്റി മനസ്സിലായിട്ടുണ്ട്, അത് വേക്കൻറ്റ് സ്പേസ് ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഇനി ഈ വോയിഡ്സിനെ തരംതിരിക്കാം. ആദ്യം ഫസ്റ്റ് ലെയറിലെ 3 പാർട്ടിക്കിൾ കാണിച്ചു. അപ്പൊ അതുണ്ടാക്കുന്ന വേക്കൻറ്റ് സ്പേസ് ഇങ്ങനൊരു വേക്കൻറ്റ് സ്പേസ് കാണിക്കാം. ഇത് മാത്രം. ഇനി ഇതിന്റെ പുറത്തായിട്ട് സെക്കൻഡ് ലെയറിൽ ഒരു പാർട്ടിക്കിൾ കാണിക്കുന്നുണ്ട് ഇതുപോലെ. സോ മൊത്തം 4 പാർട്ടിക്കിളാണ് നമ്മൾ കാണിച്ചത്. സോ സെക്കൻഡ് ലെയറിലെ പാർട്ടിക്കിൾ വയ്ക്കുന്ന സമയത്ത് ഇതിലൊരു 3 ഡയമെൻഷണൽ വ്യൂ കിട്ടും. ഇങ്ങനെ അറേഞ്ച് ചെയ്യാം. നമുക്ക് എളുപ്പത്തിൽ വരച്ച് കാണിക്കാൻ പറഞ്ഞാൽ ഇതുപോലെ. ഓക്കെ, അപ്പൊ അത് കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ട്. അതിന് 4 വശങ്ങളുണ്ട്. 4 വശങ്ങളുള്ള ഷേപ്പാണ് കാണുന്നത്. 4 വശങ്ങളുള്ള ഷേപ്പ് ആയതുകൊണ്ട് ആ ടൈപ്പ് വോയിഡിനെ നമ്മൾ വിളിക്കുന്ന പേര് ടെട്രാഹെഡ്രൽ വോയിഡ് എന്ന് പറയണം, അല്ലെങ്കിൽ അതിന് TD വോയിഡ് എന്ന് പറയണം. അപ്പൊ 4 സ്ഫിയറുകളുടെ നടുവിൽ ഫോം ചെയ്യുന്ന കോർഡിനേഷൻ നമ്പർ 4 വശങ്ങളുള്ള ആ ടൈപ്പ് വോയിഡിനെ വിളിക്കേണ്ട പേര് ടെട്രാഹെഡ്രൽ വോയിഡ് എന്ന് പറയണം. അപ്പൊ ഇവിടെ കോർഡിനേഷൻ നമ്പർ എത്രയെന്ന് ചോദിച്ചാൽ 4 ആണ്, വശം എത്രയെന്ന് ചോദിച്ചാൽ 4 ആണ്. ഓക്കെ, അടുത്ത ഒരു തരം വോയിഡ് കാണിക്കാം. അതിനുവേണ്ടി ഫസ്റ്റ് ലെയറിലെ 3 പാർട്ടിക്കിൾ ഞാൻ വരച്ചു. അതുണ്ടാക്കുന്ന വേക്കൻറ്റ് സ്പേസ് കാണുന്നുണ്ട് ഇങ്ങനെ. ഇനി സെക്കൻഡ് ലെയർ ഇതിന്റെ പുറത്ത് വയ്ക്കാൻ പോവുകയാണ്. അത് സെപ്പറേറ്റ് ആയിട്ട് വരച്ചിട്ട് അങ്ങോട്ട് കൊണ്ട് വയ്ക്കാം. ഇത് സെക്കൻഡ് ലെയർ ഇതിന്റെ പുറത്ത് വയ്ക്കാൻ പോകുന്നു. ഫസ്റ്റ് ലെയറിലെ 3 പാർട്ടിക്കിൾ കാണിച്ചു, സെക്കൻഡ് ലെയറിലെ 3 പാർട്ടിക്കിൾ കാണിക്കുന്നു. അതുണ്ടാക്കുന്ന വേക്കൻറ്റ് സ്പേസ് ഇങ്ങനെയാണ്, ഇതുപോലെയാണ്. ഇത് ഇതിനെ പുറത്ത് വയ്ക്കാൻ പോവുകയാണ്. ഓക്കെ, അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ വേക്കൻറ്റ് സ്പേസ് മെർജ് ചെയ്ത് വരും. ഇതുപോലെ അതിനൊരു 3 ഡയമെൻഷണൽ വ്യൂ കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ അതിലൂടെ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അത് വശം, അതിന്റെ സൈഡ് എത്രയും നോക്കുന്ന സമയത്ത് അതിന് 8 വശമുള്ള ഒരു ഷേപ്പാണ് കാണുന്നത്. 8 വശമുള്ള ഷേപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് 8 ഒക്ടാഹെഡ്രൽ വോയിഡ് എന്ന് പറയണം. അതിന് OH വോയിഡ് എന്ന് പറയണം. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ പറയുന്ന രണ്ടാമത്തെ കാര്യം വോയിഡുകളെ പറ്റിയാണ്. വോയിഡ് എന്ന് വെച്ചാൽ വേക്കൻറ്റ് സ്പേസ് ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. അത് ഏറ്റവും എഫിഷ്യന്റ് ആയിരിക്കുന്ന FCC പാക്കിങ്ങിൽ പോലും വേക്കൻറ്റ് സ്പേസ് 26% ഉണ്ട്. വോയിഡ്സ് നമുക്ക് 2 ആയി തരംതിരിക്കാം. ടെട്രാഹെഡ്രൽ വോയിഡ് എന്നും ഒക്ടാഹെഡ്രൽ വോയിഡ് എന്നും പറയാം. അതിൽ 4 വശങ്ങളുള്ള 4 സ്ഫിയറുകളുടെ നടുവിൽ ഫോം ചെയ്യുന്ന ടെട്രാഹെഡ്രൽ വോയിഡ് ഉണ്ട്, TD വോയിഡ് ഉണ്ട്. 8 വശങ്ങളുള്ള 6 സ്ഫിയറുകളുടെ നടുവിൽ ഫോം ചെയ്യുന്ന കോർഡിനേഷൻ നമ്പർ 6 ഉള്ള വോയിഡിനെ ഒക്ടാഹെഡ്രൽ വോയിഡ് എന്ന് പറയണം. വശമാണ് 8, കോർഡിനേഷൻ നമ്പർ 6 ആണ്. സോ ഒക്ടാഹെഡ്രൽ വോയിഡിന്റെ കോർഡിനേഷൻ നമ്പർ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഒക്ടാഹെഡ്രൽ എന്ന് കേൾക്കുന്ന സമയത്ത് കോർഡിനേഷൻ നമ്പർ 8 അല്ല, പകരം 6 ആണെന്ന് മനസ്സിലാക്കാം. സോ ഇന്ന് പറഞ്ഞ രണ്ടാമത്തെ കാര്യം വോയിഡ്സിനെ പറ്റിയാണ്. വോയിഡ്സ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് വേക്കൻറ്റ് സ്പേസ് ആണെന്ന് മനസ്സിലായി. വോയിഡ്സ് 2 തരത്തിലുണ്ട്, ടെട്രാഹെഡ്രൽ വോയിഡും ഒക്ടാഹെഡ്രൽ വോയിഡും.
അതിന്റെ കോർഡിനേഷൻ നമ്പർ അറിയാം 6. കോർഡിനേഷൻ നമ്പർ 6 ഉള്ളത് ഒക്ടാഹെഡ്രോയിഡ് ആണ്. അതുപോലെ തന്നെ കോർഡിനേഷൻ നമ്പർ 4 ഉള്ളത് ടെട്രാഹെഡ്രോയിഡ് ആണെന്ന് മനസ്സിലാക്കാം. പിന്നെ ടെട്രാഹെഡ്രോയിഡിനെ TDOid എന്നും അതേസമയം ഒക്ടാഹെഡ്രോയിഡിനെ OHOid എന്നും പറയണം. ഇനി അടുത്ത നമ്മൾ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഓയിഡിനെ പറ്റി പറയാം, കൂടുതൽ കാര്യങ്ങൾ പറയാം. അതായത് ഒരു FCC അറേഞ്ച്മെന്റിന്റെ മാക്സിമം എഫിഷ്യന്റ് ആയിരിക്കുന്ന FCC അറേഞ്ച്മെന്റില് ഒക്ടാഹെഡ്രോയിഡിന്റെയും ടെട്രാഹെഡ്രോയിഡിന്റെയും രണ്ട് കാര്യങ്ങൾ, ഒന്ന് പൊസിഷനെ പറ്റി, മറ്റൊന്ന് എഫക്റ്റീവ് നമ്പറിനെ പറ്റി. ഇന്ന് പഠിക്കുന്ന മറ്റൊരു കാര്യം ഓയിലുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യമാണത്. ടെട്രാഹെഡ്രോയിഡിന്റെ ഒക്ടാഹെഡ്രോയിഡിനെ പറ്റി രണ്ട് കാര്യങ്ങൾ അറിയണം. ഒന്ന് ടെട്രാഹെഡ്രോയിഡും ടെട്രാഹെഡ്രോയിഡും കാണപ്പെടുന്ന പൊസിഷൻ എവിടെയാണെന്നും അതിൽ ഒക്ടാഹെഡ്രോയിഡിന്റെ എണ്ണം എത്രയാണ്, ടെട്രാഹെഡ്രോയിഡിന്റെ എണ്ണം എത്രയാണെന്നും കൂടെ മനസ്സിലാക്കണം. ഇനി അതിനുവേണ്ടി നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് FCC പാക്കിംഗ് ആണ്. FCC ഞാനൊന്ന് വരയ്ക്കാം. ഒരു ക്യൂബ് വരച്ചിട്ടുണ്ട്. ക്യൂബിന്റെ FCC എന്ന് വെച്ചാൽ അറിയാം, ക്യൂബിന്റെ കോർണേഴ്സിലും ഫേസിന്റെ സെന്ററിലും പാർട്ടിക്കിൾസ് ഉണ്ട്. സ്പിയറുകളുടെ എണ്ണം, ടോട്ടൽ സ്പിയറുകളുടെ എണ്ണം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. സിമ്പിൾ ക്യൂബിക് ആണെങ്കിൽ അത് ടോട്ടൽ സ്പിയർ ഈക്വൽ ടു 1 ആണ്. BCC ആകുമ്പോഴത്തേക്ക് 2 ആണ്. FCC ആകുമ്പോഴത്തേക്ക് 4 ആണെന്ന് ഓർമ്മയുണ്ട്. സ്പിയറുകളുടെ എണ്ണം 4 ആണെന്ന് നമുക്ക് നേരത്തെ അറിയാം. നമ്മൾ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത് ടെട്രാഹെഡ്രോയിഡിന്റെയും ഒക്ടാഹെഡ്രോയിഡിന്റെയും പൊസിഷനും എഫക്റ്റീവ് നമ്പറിനെയും പറ്റിയാണ്. അപ്പൊ അതിനുവേണ്ടി സ്പിയറുകളുടെ എണ്ണം 4 ആണെന്ന് മനസ്സിലാക്കി ഒരു FCC ഞാൻ വരച്ചു കാണിച്ചു. ഇനി അടുത്ത പൊസിഷനെ പറ്റി പറയുന്ന സമയത്ത് ടെട്രാഹെഡ്രോയിഡിന്റെ പൊസിഷൻ എവിടെയാണെന്ന് മനസ്സിലാക്കാൻ ഞാൻ ഒരു ക്യൂബിന്റെ ഒരു ഷേപ്പ് എടുക്കാം. അപ്പൊ അതിൽ ആ ക്യൂബിനെ ഞാൻ ഇങ്ങനെ മുറിക്കുന്നു. അതായത് ഇങ്ങനെ, ഇതുപോലെ. രണ്ട് പീസായി. ഇനി അതിനെ തന്നെ ആ രണ്ട് പീസായി മുറിച്ചതിനെ ഇങ്ങനെ കൂടെ മുറിക്കുന്നു. അപ്പോ 4 പീസാവും. ഓക്കെ, തീർന്നില്ല. അതായത് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തു, ഇങ്ങനെ കട്ട് ചെയ്തു. ഇനി അതിനെ ഇങ്ങനെ കൂടെ കട്ട് ചെയ്യാം. ഇങ്ങനെ. അപ്പോൾ അടുത്ത ജോലി എന്ന് വെച്ചാൽ ടെട്രാഹെഡ്രോയിഡിന്റെ പൊസിഷനെ പറ്റി പറയാനാണ്. അപ്പൊ അതിനുവേണ്ടി ക്യൂബ് ഒരു FCC ഞാൻ ഇങ്ങനെ മുറിച്ചു, 2 പീസായി. ഇങ്ങനെ കൂടെ മുറിച്ച സമയത്ത് 4 പീസായി. ഇങ്ങനെ കൂടെ മുറിക്കുന്ന സമയത്ത് 8 പീസായിട്ടുണ്ട്. എങ്കിൽ അതിൽ ഒരു പീസ് എടുത്താൽ അതിൽ ഓരോ പീസിനകത്തും ഓരോ ടെട്രാഹെഡ്രോയിഡ് ഉണ്ടെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഒരു ക്യൂബിനകത്ത് 8 പീസാക്കി മാറ്റിയിട്ടുണ്ട്. അതിൽ ഓരോ പീസിനുള്ളിലും ഓരോ ടെട്രാഹെഡ്രോയിഡ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. പൊസിഷൻ ഓഫ് ടെട്രാഹെഡ്രോയിഡ് എന്താണെന്ന് ചോദിച്ചാൽ പറയണം, അത് ഒരു ക്യൂബിന്റെ ബോഡിക്ക് അകത്ത് തന്നെയാണ്. ഈക്വലി സ്പേസ്ഡ് ആയിരിക്കുന്ന 8 പാർട്ടിക്കിൾസ് അവിടെ കാണണമെന്ന് മനസ്സിലായിട്ടുണ്ട്. ടെട്രാഹെഡ്രോയിഡിന്റെ പൊസിഷൻ മനസ്സിലാക്കി, കൂടെ എഫക്റ്റീവ് നമ്പർ മനസ്സിലായിട്ടുണ്ട്. ഈ 8 ബോഡിക്ക് അകത്തായതുകൊണ്ട് എഫക്റ്റീവ് നമ്പറും 8 ആണെന്ന് മനസ്സിലാകുന്നു. ഓക്കെ, FCC എന്ന് പറയുമ്പോൾ സ്പിയറുകളുടെ എണ്ണം 4 ഉള്ളൂ. അതേസമയം ടെട്രാഹെഡ്രോയിഡിന്റെ എണ്ണം 8 ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. കാരണം ആ 8 ബോഡിക്ക് അകത്താണെന്ന് മനസ്സിലാക്കാം. ഇനി ഒക്ടാഹെഡ്രോയിഡ് എവിടെയാണ്, ഒക്ടാഹെഡ്രോയിഡിന്റെ പൊസിഷൻ എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് ഈ എഡ്ജിന്റെ സെന്ററുകൾ ഇവിടെയും 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 ഒക്കെയാണ് ഒക്ടാഹെഡ്രോയിഡ് കാണപ്പെടുന്നത്. ഒക്ടാഹെഡ്രോയിഡ് കാണപ്പെടുന്നത് എഡ്ജ് സെന്ററുകളിലാണ്. അത് കൂടാതെ ബോഡിയുടെ ഒത്ത നടുവിലും ഒരെണ്ണം കാണപ്പെടും. പൊസിഷൻ മാത്രം നമ്മൾ ചിന്തിച്ചാൽ ടെട്രാഹെഡ്രോയിഡിന്റെ പൊസിഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഒരു ക്യൂബിനകത്ത് 8 ഈക്വൽ പാർട്ടായിട്ട് മുറിച്ചിട്ട് അതിൽ ഓരോ പാർട്ടിനകത്തും ഓരോ ടെട്രാഹെഡ്രോയിഡ്, അത് കഴിഞ്ഞു. ഇനി അതേസമയം ഒക്ടാഹെഡ്രോയിഡിന്റെ പൊസിഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് പറയേണ്ടത് ഈ എഡ്ജ് സെന്ററുകൾ ഇവിടെയും 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 ഒക്കെ കാണപ്പെടുന്നുണ്ട്. തീർന്നില്ല, ബോഡിയുടെ ഒത്ത നടുവിലായിട്ട് ബോഡിയുടെ സെന്ററിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി എഫക്റ്റീവ് നമ്പർ കാണാം. എഡ്ജിന്റെ കോൺട്രിബ്യൂഷൻ നമുക്ക് ഓർമ്മയുണ്ട്.
നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഫേസിലാണെങ്കിൽ 1/2 കോൺട്രിബ്യൂഷൻ ആണ്, കോർണറിലാണെങ്കിൽ അത് 1/8 കോൺട്രിബ്യൂഷൻ ആണ്, ബോഡിക്ക് അകത്താണെങ്കിൽ 1 കോൺട്രിബ്യൂഷൻ, അതേസമയം എഡ്ജിലാണെങ്കിൽ അത് 1/4 കോൺട്രിബ്യൂഷൻ എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി അങ്ങനെ 1/4 കോൺട്രിബ്യൂഷനിൽ എത്ര എഡ്ജസ് ഉണ്ടെന്ന് ചോദിച്ചാൽ അത് നേരത്തെ അറിയാം. കോർണറുകൾ 8 എണ്ണം ഉണ്ട്, ഫേസ് 6 എണ്ണം ഉണ്ട്, അതേസമയം എഡ്ജ് 12 എഡ്ജ് ഉള്ള കാര്യം നമുക്കറിയാം. സോ 1/4 കോൺട്രിബ്യൂഷനിൽ 12 എണ്ണം പ്ലസ് ബോഡിക്ക് അകത്തെന്ന് വെച്ചാൽ ഒരു പാർട്ടിക്കിൾ എന്ന് വെച്ചാൽ 1 തന്നെയാണ്. സോ 1 × 1 എന്ന് മനസ്സിലായിട്ടുണ്ട്. സോ 1/4 × 12 എന്ന് വെച്ചാൽ അത് 3 ആണ്, പ്ലസ് 1 × 1 എന്ന് വെച്ചാൽ 1 തന്നെയാണ്. സോ ടോട്ടൽ നമ്പർ ഈക്വൽ ടു 4 ആണെന്ന് മനസ്സിലാവുന്നുണ്ട്. സോ എഫക്റ്റീവ് നമ്പറിലേക്ക് വന്നു. FCCയിലെ സ്ഫിയറുകളുടെ എണ്ണം 4 ആണ്, അതേസമയം ടെട്രാഹെഡ്രോയിഡിന്റെ എണ്ണം അതിന്റെ ഇരട്ടിയായ 8 ആണ്, അതേസമയം ഒക്ടാഹെഡ്രോയിഡിന്റെ എണ്ണം സ്ഫിയറുകളുടെ എണ്ണത്തിന് തുല്യമാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊരു പുതിയ സ്റ്റേറ്റ്മെന്റ് മനസ്സിലായിട്ടുണ്ട്. ഒരു FCC പാക്കിങ്ങില് സ്ഫിയറുകളുടെ എണ്ണത്തിന് തുല്യമായിരിക്കും ഒക്ടാഹെഡ്രോയിഡിന്റെ എണ്ണം, സ്ഫിയറുകളുടെ എണ്ണത്തിന്റെ ഇരട്ടിയായിരിക്കും ടെട്രാഹെഡ്രോയിഡിന്റെ എണ്ണം എന്ന് മനസ്സിലാക്കാം. അതായത് 4 സ്ഫിയർ ഉണ്ടെങ്കിൽ 4 ഒക്ടാഹെഡ്രോയിഡ് കാണും, 8 ടെട്രാഹെഡ്രോയിഡ് കാണും. 10 സ്ഫിയർ ഉണ്ടെങ്കിൽ 10 ഒക്ടാഹെഡ്രോയിഡ് കാണും, 20 ടെട്രാഹെഡ്രോയിഡ് കാണും. 100 സ്ഫിയർ ഉണ്ടെങ്കിൽ 100 ഒക്ടാഹെഡ്രോയിഡ് കാണും, 200 ടെട്രാഹെഡ്രോയിഡ് കാണും. n സ്ഫിയർ ആണെങ്കിൽ അവിടെ n ഒക്ടാഹെഡ്രോയിഡ് കാണും, അതേസമയം 2n ടെട്രാഹെഡ്രോയിഡ് കാണുമെന്ന് ഓർമ്മിക്കണം. സോ ടോട്ടൽ നമ്പർ ഫോഴ്സ് ഈക്വൽ ടു 2n + n ഈക്വൽ ടു 3n ആണെന്ന് മനസ്സിലാവുന്നുണ്ട്. സോ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് സമ്മറൈസ് ചെയ്യാം. ഇന്ന് പ്രധാനമായും 3 കാര്യങ്ങളാണ് പറഞ്ഞത്. അതിൽ ആദ്യം പറഞ്ഞ കാര്യം പാക്കിങ്ങിനെ പറ്റിയാണ്, ക്ലോസ് പാക്കിങ്ങിനെ പറ്റിയാണ്. ഒരു 1 ഡയമെൻഷൻ പാക്കിംഗ് എഡ്ജ്, 2 ഡയമെൻഷൻ പാക്കിംഗ് ഫേസ്, അത് 2 തരത്തിലുണ്ട്, SCPയും 2 ഡയമെൻഷൻ HCPയും. 3 ഡയമെൻഷൻ പാക്കിംഗ് അത് 2 തരത്തിലുണ്ട്, AB പാക്കിങ്ങും ABC പാക്കിങ്ങും. അതിൽ ABയെ വിളിക്കേണ്ട മറ്റൊരു പേര് 3 ഡയമെൻഷൻ HCP ആണ്. ABC ആണെങ്കിൽ അത് 3 ഡയമെൻഷൻ CCP എന്ന് പറയണം. ഈ CCP തന്നെയാണ് FCC. 3 ഡയമെൻഷൻ പാക്കിങ്ങിന്റെ കോർഡിനേഷൻ നമ്പർ എപ്പോഴും 12 ആണെന്ന് അറിയാം. ഇനി 2 ഡയമെൻഷൻ SCP ആണെങ്കിൽ അത് SCP ആണെങ്കിൽ അത് 4ഉം HCP ആണെങ്കിൽ അത് 6ഉം ആണെന്ന് മനസ്സിലാക്കി. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ഓയിഡുകളെ പറ്റി പറഞ്ഞു. ഓയിഡ്സ് 2 തരത്തിലുണ്ട്, കോർഡിനേഷൻ നമ്പർ 4 വരുന്ന 4 വശങ്ങളുള്ള ടെട്രാഹെഡ്രോയിഡുകളും കോർഡിനേഷൻ നമ്പർ 6 വരുന്ന 8 വശങ്ങളുള്ള ഒക്ടാഹെഡ്രോയിഡ് പറഞ്ഞു. ഇനി അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഇതിന്റെ പൊസിഷനും നമ്പറുമാണ്. അതിന് പ്രധാനപ്പെട്ട പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയുണ്ട്. സ്ഫിയറുകളുടെ എണ്ണത്തിന് തുല്യമാണ് ഒക്ടാഹെഡ്രോയിഡിന്റെ എണ്ണം, അതേസമയം സ്ഫിയറുകളുടെ എണ്ണത്തിന് ഇരട്ടിയാണ് ടെട്രാഹെഡ്രോയിഡിന്റെ എണ്ണം എന്ന് മനസ്സിലായിട്ടുണ്ട്. സോ n 2n ആ നമ്പേഴ്സ് ഒക്കെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇനി മഗ്നീഷ്യം, അങ്ങനത്തെ ചോദ്യങ്ങൾ വരാം. മഗ്നീഷ്യത്തിൽ കാണപ്പെടുന്ന പാക്കിംഗ് ഏതാണ്, സിങ്കിൽ കാണപ്പെടുന്ന പാക്കിംഗ് ഏതാണ്, പിന്നെ അതേസമയം കോപ്പർ, സിൽവർ പോലുള്ള ആൾക്കാരിൽ കാണപ്പെടുന്ന പാക്കിംഗ് ഏതാണ്, ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ തൽക്കാലത്തേക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ നിർത്താം. ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാം.